ഹായ്, നമ്മുടെ ഐശ്വര്യത്തിൻ്റെ കളറായ വെള്ളയിൽ നിന്നും തന്നെയാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് കോഴി കൂവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ എന്ത് പറയാമെന്നപ്പോൾ കോഴി കൂവും. ഇന്നലെ പുഴുക്കൾ തിന്ന മുട്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് ഫുള്ളായിട്ട് തിന്നാൻ ഞാൻ അനുവദിച്ചിട്ടില്ല കേട്ടോ. പുഴുക്കളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് നല്ലൊരു പ്രൊട്ടക്ഷൻ ഞാൻ ഈ ചെടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പല ആംഗിളിൽ നിന്ന് കണ്ടിട്ട് അതിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. വെള്ളം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ കാണാൻ. നിങ്ങൾ പറഞ്ഞതുപോലെ ആ കോഴിയും ഫേമസ് ആയിട്ടുണ്ട്. ഞാൻ കമൻസൊക്കെ വായിക്കുന്നുണ്ട് കേട്ടോ. ചില കമൻസൊക്കെ കണ്ടാൽ എനിക്ക് ചിരി വരുവേ. ഞാൻ നിങ്ങളെ കമൻസൊക്കെ കാണുന്നുണ്ട്. ഇന്ന് ബാപ്പയാണ് താരം എന്നൊക്കെ പറഞ്ഞ് കണ്ട് കമൻറ്റൊക്കെ കണ്ടു കേട്ടോ. പിന്നെ നമ്മൾ എന്താണോ അതിന് റീപ്ലൈ കൊടുക്കുമ്പോൾ കുറച്ച് സമയം എടുത്തുകൊണ്ട് ചെയ്യണം. പെട്ടെന്നാകുമ്പോൾ നമുക്ക് സ്റ്റിക്കർ ഇട്ട് പോകാനേ പറ്റുള്ളൂ. അങ്ങനെയല്ലല്ലോ, നമ്മളൊരു കമൻറ്റ് കാണുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ റീപ്ലൈ കൊടുക്കണമല്ലോ. പിന്നെ ഷീലേച്ചി പറഞ്ഞതുപോലെ ഇതിന് ഏതാണ് കേടെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഈ വൈറ്റ് കളറിൽ നിൽക്കുന്ന ലീഫിനാണോ നിങ്ങളത് കേടെന്ന് പറയുന്നത്? ആണെങ്കിൽ കമൻറ്റിലൂടെ എന്നെ ഒന്ന് അറിയിക്കണേ. എന്തായാലും നല്ല ഭംഗി തന്നെ ഇതിമ ആ പൂവ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി എൻ്റെ അടുത്ത ജോലി എന്ന് വെച്ചാൽ ഈ ബന്ദിപ്പൂവൊക്കെ ഒരേ സ്ഥാനത്തേക്ക് വെക്കണം, നല്ലൊരു ബൊക്ക പോലെ നിൽക്കുള്ളൂ. ഓരോ ചില്ലകളും ഒന്നിനെ കെട്ട് കുടുങ്ങിയിട്ടോ ഒക്കെ ഇങ്ങനെ ബൊക്കയായിട്ട് നിൽക്കുമല്ലോ, അതുപോലെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അവരെ ഒന്നിച്ച് വെക്കണം. ആ ഒരു ജോലി. പിന്നെ നമ്മളെ ചെടികളൊക്കെ ചട്ടിയിലേക്ക് ഇറക്കി വെക്കുക, അതൊക്കെ ഇന്നത്തെ ജോലികളാണ്. അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഷോർട്സുകൾ ഞാൻ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ടേ. ഞാനിപ്പോൾ ഈ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണമല്ലോ വിചാരിച്ച് വീണ്ടും അകത്തോട്ട് വന്നിട്ട് ഞാൻ വേഗം രാവിലെ എടുത്ത വീഡിയോക്കൊക്കെ വോയിസ് കൊടുക്കുകയാണ് കേട്ടോ. വിങ്ക റോസ് അടിപൊളിയായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലത്തെ ഷോർട്സിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ 2 ഷോർട്സുകളാണ് അപ്ലോഡ് ചെയ്തത്. ഒന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ മാവ് കൃഷിയൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. ഒന്ന് നമ്മളെ ചെടീനെ കേട്ടോ. പിന്നെ നമ്മൾ ഡെയിലി ഇടുന്നതല്ലേ, അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള, വിങ്ക റോസിലെ 3 കളേഴ്സ് എൻ്റെ അമ്മായി കൊടുത്ത് വിട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് എത്തിയിട്ടില്ല കേട്ടോ. ഇന്ന് എനിക്ക് കിട്ടും. അപ്പോൾ അതിനുള്ള മണ്ണൊക്കെ റെഡിയാക്കി സെറ്റാക്കി ഇവിടെ വെക്കണം. പിന്നെ നമ്മുടെ ബോൾസം, അത് പിന്നെ ഇല്ലാതെ ഞാൻ വീഡിയോ ഒന്നും ചെയ്യേയില്ല കേട്ടോ. എനിക്ക് അത്രയും ഇഷ്ടമാണ് ഈ ബോൾസും ചെടികൾ. കാരണം വേനൽക്കാലത്ത് നന്നായിട്ട് പൂടുക ഈ ബോൾസും ചെടികൾ, വിങ്ക റോസ്, അതുപോലെ ബൊഗെയിൻവില്ല, ഇതൊക്കെ തന്നെയാണ് നമ്മൾ വേനൽക്കാലത്ത് നന്നായിട്ട് പൂ തരുന്ന ചെടികൾ. എങ്ങനെയുണ്ട് എൻ്റെ ഫ്ലവേഴ്സൊക്കെ? അടിപൊളിയല്ലേ, നല്ല ഭംഗിയല്ലേ കാണാൻ. ഏത് ആംഗിളിൽ നിന്നും വീഡിയോ എടുത്താലും ഇപ്പം നല്ല രസം തന്നെയാണ് കേട്ടോ. പിന്നെ ഇന്ന് രാവിലത്തെ ഒരു കമൻറ്റിൽ കണ്ടോ, ഇന്നെന്താ ഇത്ര ഹാപ്പിന്ന്? ഇന്ന് ശരിയാണ്, ഞാൻ നല്ല ഹാപ്പിയാണ്. കാരണം ഇന്ന് ഹോളിഡേയ്സ് അല്ലേ, വീട്ടിൽ തന്നെയാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ എടുക്കുക, അതുപോലെ തന്നെ നമുക്ക് ഡബ് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്കായോ ഒന്ന് നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യാമല്ലോ. ഇതിപ്പോൾ ഓഫീസിൽ പോകുന്ന തിരക്കായിരിക്കും, വീട്ടിലെ കാര്യങ്ങളും ഓഫീസിൽ അവിടെ എത്തണം, സമയത്ത് എത്തണം, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ചില സമയത്ത് ഞാൻ ഇതിന് വോയിസ് കൊടുക്കുന്നതൊക്കെ ഭയങ്കര കോമഡി തന്നെയാണ്. ഞാൻ നടന്നു പോകുമ്പോൾ ആരുമില്ലാത്ത സ്ഥലത്തുനിന്ന് അങ്ങനെ വോയിസ് കൊടുക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഞാൻ നടക്കുന്ന സൗണ്ടുകളും ഒക്കെ ഉണ്ടാവും. ഇതെന്ന് ആദ്യമായിട്ട് വിരിയുന്ന ഒരു ബോൾസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ അതിൻ്റെ ഒറിജിനൽ കളർ എന്തായാലും വീഡിയോയിൽ കിട്ടുന്നില്ല കേട്ടോ. എന്നാലും ഞാൻ ഇതിനും ഹാപ്പി തന്നെയാണ്. പിന്നെ ഞാൻ ലോങ് വീഡിയോ ഇട്ടാലേ അത്രക്കധികം ആളുകൾ കാണാറില്ല കേട്ടോ. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. നമ്മളെ ഫാമിലിക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അത് എനിക്ക് വലിയൊരു ലക്ക് തന്നെയാണ്. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും ആളുകൾ വന്നല്ലോ. ഇത് പിന്നെ നമ്മൾ റോസ് ഇട്ടോ, റോസിൻ്റെ ഓരോ ഇല്ലികൾ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണേ, റോസ് ആകെ ക്ഷയിച്ച് പോയിട്ടുണ്ടോ അതോ കുറച്ചും കൂടി ആരോഗ്യം ഉണ്ടോ എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ജമന്തിയിൽ മുട്ടായിട്ടുണ്ട് കേട്ടോ. 3 മുട്ടകളുണ്ട്. അത് കോഴിയുടെയും പുഴുവിൻ്റെയും കണ്ണ് പെട്ടിട്ടില്ലെങ്കിൽ രക്ഷപ്പെട്ടു. എന്നാൽ എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇത് നമ്മുടെ ബൊഗെയിൻവില്ല കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഓർമ്മയില്ലേ? അത് ഒറ്റ ഫ്ലവേഴ്സും ഇതുവരെ കൊഴിഞ്ഞു പോയിട്ടില്ല കേട്ടോ. ഇതേ ചെടിയിൽ ഇതേ കുടുംബത്തിൽപ്പെട്ട മറ്റൊരു വൈറ്റ് കളർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി, പിന്നെ പൂവിട്ടിട്ടില്ല കേട്ടോ. ഇത് ഞാൻ വെയിൽ വന്ന സമയത്താണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഞാനിങ്ങനെ മറ പറ്റി നിന്നിട്ടൊക്കെ വീഡിയോ എടുക്കാം കേട്ടോ. ആ വെള്ളനെ പോലെ തന്നെ ഇതിൻ്റെ പൂക്കളും കൊഴിഞ്ഞു പോയാൽ പിന്നെ എന്താവുമോ എന്തോ. ഏതായാലും അത് അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വാങ്ങിച്ചാണിത്. ഇത് നാടൻ ഹൈബ്രിഡാണെന്നാണ് അവർ പറഞ്ഞത്. ഇനി എന്തായാലും വേനൽക്കാലം ആകുമ്പോൾ ഇതിന് വെള്ളം ഒരു പ്രശ്നമാണ്, ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഞാൻ ക്യാഷ് കൊടുത്ത് ചെടിക്കായിട്ട് വെള്ളം ഞാൻ വേറെ കൊണ്ടുവരേണ്ടി വരും. അങ്ങനെയും ഞാൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും വേണ്ടിയില്ല, പൂക്കളൊന്നും നഷ്ടപ്പെടാണ്ട് ഞാൻ സൂക്ഷിച്ച് വെക്കും. പിന്നെ ഇത് പുതിയതായിട്ട് വിരിഞ്ഞ ബോൾസാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഇതൊക്കെയാണ് മറ്റേ ഞാൻ എപ്പോഴും കാണിക്കുന്നതിലേറെ ഭംഗി ഈ ചെടികൾക്കാണ്. പക്ഷേ ഇതിൻ്റെ ഒന്നും ഒറിജിനൽ കളർ ശരിക്കും പറഞ്ഞാൽ വീഡിയോയിൽ വരുന്നില്ല കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ആര് സബ് അടിച്ചാലും
താഴെ വന്നിട്ട് ന്യൂ സബ് എന്നോ എന്തെങ്കിലും ഒരു തെളിവ് തന്നിട്ടെങ്കിലും പോകണം കേട്ടോ. ആരാണ് എനിക്ക് സബ് തരുന്നത്, ആരാണ് എൻ്റെ ഫാമിലിയിലേക്ക് വന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യണം. എനിക്കൊരു സങ്കടമാണ്. ഞാൻ സബ് കൂടി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ താഴെ നോക്കും അവർ കമൻറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന്. അത് ഇല്ലയെന്ന് അറിയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. ഈ ബട്ടർ കപ്പിൽ എപ്പോഴും തേനീച്ചകളുണ്ടാവും. നല്ല ബട്ടറല്ലേ, തേനല്ലായിരിക്കും, ബട്ടറായിരിക്കും അതിലുണ്ടാകുക. അതുകൊണ്ടായിരിക്കും അവരെപ്പോഴും അവിടെ നിന്ന് ഒഴിഞ്ഞു പോവാത്തെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് പയ്യെ പയ്യെ വിടർന്ന് ഏതെങ്കിലും ഇത്ര ആയിട്ടോ. ഇതൊരു പഴയ ട്യൂബ് ലൈറ്റാണെന്നാണ് തോന്നുന്നത്. ട്യൂബ് ലൈറ്റിന് കുറേ കഴിഞ്ഞിട്ടേ കാര്യങ്ങൾ കത്തുള്ളല്ലോ, അതിൽ പെട്ടാന്നാണ് തോന്നുന്നത് ഈ ജമ്മന്തി. ഇപ്പോഴാണ് അതിന് മനസ്സിലായത് ഇങ്ങോട്ട് വിരിയാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നതെന്നുള്ളത്. പിന്നെ ഇന്ന് രാവിലത്തെ ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലൊരു മൊട്ടും കൂടി എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് അത് കാണുന്നത്. അത് ആദ്യമുള്ള ചെറിയ മൊട്ട് വലുതായതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും അതും കൂടി വിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിന് പൊട്ടില്ല, പിന്നെ പ്രതീക്ഷിക്കേ വേണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള കെയറിങ് കൊടുക്കണം, എന്നാലും ഉണ്ടാവുമായിരിക്കും. ഏതായാലും ഇപ്പോൾ ചെടികൾ കൊണ്ടൊരു കാടനായിട്ടുണ്ട് കേട്ടോ മുറ്റത്ത്. ഇത് എൻ്റെ അമ്മമ്മ വന്ന് കണ്ടാൽ നല്ല പ്രശ്നമായിരിക്കും കേട്ടോ. അമ്മമ്മക്ക് ഭയങ്കര പേടി, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ജന്തുക്കളൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ ഉണ്ടാവുമല്ലോ. പിന്നെ അമ്മമ്മക്ക് ഇപ്പോൾ വലിയ സുഖമില്ലാത്തതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് വരാറില്ല. വന്ന് കഴിഞ്ഞാൽ എനിക്ക് നല്ലോണം കിട്ടും. മുമ്പ് ഇവിടെ വന്നിട്ട് എന്നെ നല്ല വഴക്ക് പറഞ്ഞതാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ജന്തുക്കൾ വന്ന് കഴിഞ്ഞാൽ എന്തായാലും അറിയാൻ പറ്റൂല. പിന്നെ ഈ ചെടികൾക്കടിയിലെ ആമ്പൽ പൊഴി കണ്ട് കേട്ടോ, അത് ഞാൻ ഒരിക്കൽ കാണിച്ചു തരണ്ടേ. അതിൻ്റെ മേലെയാണ് ഞാൻ ചെടികളൊക്കെ വെച്ചിട്ടുള്ളത്. അതിൽ നല്ല മീനുകളും ഒക്കെ ഉണ്ട്. ഞാൻ എന്തായാലും ഒരിക്കൽ ശരിക്കൊന്ന് ഫ്രീ ആട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചു തരണ്ടേ. ചെറിയൊരു അക്വേറിയമാണ്, വലിയതായിട്ടൊന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണ്ട കേട്ടോ. ഇങ്ങനെ മൊത്തത്തിൽ ചെടികൾ കാണുമ്പോൾ അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഒന്നിച്ച് കാണുമ്പോൾ. ഈ കമ്മൽ ചെടിയെ പറ്റി അറിയാവുന്നവർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. ഇതിൻ്റെ വേരിൻ്റെ താഴേ ഭാഗം ഒന്ന് നോക്കി, ഒരു ഹോള് പോലെ ആയിട്ടുണ്ട്. ഇതിനെന്തോ ഒരു അസുഖം വരിക. ഇതിൻ്റെ ആദ്യത്തെ വലിയ കമ്പായപ്പോഴും ഇതേ അസുഖം വന്ന് കേടുന്നായിരുന്നു. എന്നിട്ട് വേഗം അതിമന്നൊരു കൊമ്പെടുത്ത് കണ്ട് കുത്തിയതാണ്. ഇപ്പം ഇതും അതങ്ങനെ തന്നെ. ഇതിനെന്താണ് ഒരു പോംവൈ എന്നുള്ളത് അറിയാവുന്നവരൊന്ന് പറഞ്ഞുതരും കേട്ടോ. അപ്പോഴേ ഇതിനെ ഇപ്പോൾ വലിയൊരു വീഡിയോ ആയി എന്നാണ് തോന്നുന്നത്. സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ പോവട്ടെ. ഓക്കെ, ബൈ. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒക്കെ പോയി കാണണേ. അപ്പോൾ ലൈക്ക് ചെയ്യണേ. അതുപോലെ കമൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമൻറ്റാണ് വീണ്ടും എന്നെ വീഡിയോ ഇടാൻ വീണ്ടും പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ വീണ്ടും ബൈ. ഞാൻ പോയി.